നമസ്കാരം. ഷെക്കേന ന്യൂസിന്റെ സ്പെഷ്യൽ ഈവനിംഗ് ഡിബേറ്റ് 4 മണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ചരിത്രത്തിലെങ്ങും ഇല്ലാത്ത രീതിയിൽ അതിനിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് ഇന്ന് യൂറോപ്യൻ ഭൂഖണ്ഡം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്പിന്റെ അസ്തിത്വം, അത് സമസ്ത മേഖലകളിലും യൂറോപ്പിന്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ 2015 മുതൽ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള അഭയാർത്ഥി പ്രവാഹം, ഈ ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നടന്ന മുല്ലപ്പൂ വിപ്ലവം, മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന ആഭ്യന്തര കലാപങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമായിട്ടാണ് അത്തരത്തിലുള്ളൊരു അഭയാർത്ഥി പ്രവാഹം യൂറോപ്പിലേക്ക് കഴിഞ്ഞ ഒരു 10ലധികം വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത്തരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അഭയാർത്ഥി പ്രവാഹം, ഒരു അധിനിവേശത്തിൻ്റെ ഒരു സ്വഭാവം അത് സ്വീകരിച്ചിരിക്കുന്ന ദാരുണമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അഭയം ലഭിച്ചവർ സമസ്ത മേഖലകളിലും, യൂറോപ്പിന്റെ സമസ്ത മേഖലകളിലും ഒരു അധിനിവേശം നടത്തുന്ന കാഴ്ച. ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യങ്ങളായിരുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളും വലിയ രീതിയിലുള്ള ഒരു ഭീഷണിയാണ് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കഴിഞ്ഞ കുറേ നാളുകളായി അതിനെതിരെ ശക്തമായിട്ടുള്ള ചില പ്രതിഷേധങ്ങളും രാഷ്ട്രീയമായിട്ട് തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ ചില ആവിർഭാവവും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ യൂറോപ്പ് അതിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ പാതയിലാണോ? ഈ അനിയന്ത്രിതമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ അനധികൃതമായിട്ടുള്ള, പ്രത്യേകിച്ച് ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ഈ അഭയാർത്ഥി പ്രവാഹങ്ങൾ യൂറോപ്പിൽ സൃഷ്ടിച്ച മാറ്റങ്ങൾ എന്തൊക്കെ? യൂറോപ്പിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? ഈ വിഷയങ്ങളാണ് ഇന്ന് സ്പെഷ്യൽ ഈ 4 മണി ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു ജർമ്മനിയിൽ നിന്നും മാധ്യമപ്രവർത്തകൻ ശ്രീ ജോസ് കുമ്പളവേലിൽ, ഒപ്പം തന്നെ അന്താരാഷ്ട്ര വിഷയങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്ന, നിരീക്ഷിക്കുന്ന, ഒപ്പം തന്നെ കോഴിക്കോട് ദേവഗിരി കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഞാൻ ജോസ് കുമ്പളവേലിലേക്ക് പോവുകയാണ്. അത് യൂറോപ്പ്, പ്രത്യേകിച്ച് ജർമ്മനിയിൽ നിന്നാണ് ഈ ഒരു ചർച്ചയിൽ നമ്മോടൊപ്പം തത്സമയം ചേരുന്നത്. ഞാൻ ആദ്യമേ അങ്ങയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. നമ്മൾ വർഷങ്ങളായിട്ട് ഈ ഒരു വിഷയം വിവിധ മേഖലകളിൽ പല മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഒരു ലേഖനത്തിൽ വായിക്കാൻ ഇടയായൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ ഏകദേശം 1 ലക്ഷത്തിലധികം ഇല്ലീഗൽ മൈഗ്രൻസ് ആണ് UK വരാൻ അവർ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തത്. പക്ഷേ ഇത്തരത്തിൽ പല സംഭവങ്ങളും പല രാജ്യങ്ങളും നേരിടുന്നു, പല അധിനിവേശ പ്രവണതകളും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് ഈ ഒരു സമയത്തും അനിയന്ത്രിതമായിട്ട് മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാൻ, ഒപ്പം തന്നെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ, നോർത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള പല രാജ്യങ്ങൾ, അവിടെ നിന്നും ഇപ്പോഴും ഇത്തരത്തിലൊരു കുടിയേറ്റം യൂറോപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു? ഏതെങ്കിലും ഒരു ട്രാപ്പിൽ യൂറോപ്യൻ രാജ്യങ്ങൾ പെട്ടുകിടക്കുകയാണോ? ശ്രീ ജോസ് കുമ്പളവേലി. നമസ്കാരം. ചോദ്യം ഏറെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ലോകം മുഴുവൻ ഒരു അഭയാർത്ഥി പ്രവാഹത്തിന്റെ കുത്തൊഴുക്കിലേക്ക് നടക്കുമ്പോൾ ജർമ്മനി ഉൾപ്പെടുന്ന യൂറോപ്യൻ യൂണിയൻ 28 രാജ്യങ്ങൾ ആണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് യൂറോപ്പിന്റെ കാര്യം ആദ്യം പറയാം, അത് കഴിഞ്ഞിട്ട് ഞാൻ ജർമ്മനിയുടെയിലേക്ക് വരാം. യൂറോപ്പിന്റെ ഈ 2023-24 വരെയുള്ള കണക്കനുസരിച്ച് യൂറോപ്പിൽ ഏകദേശം 13 ദശലക്ഷം ആളുകൾക്കാണ് അഭയം ലഭിച്ചത്. ഇതൊരു വലിയ കണക്കാണ്. പ്രത്യേകിച്ച് തുർക്കിയുടെ അതിർത്തികളിലൂടെയും അതുപോലെ തന്നെ ഇറ്റലിയുടെ കടൽ കടന്നെത്തുന്ന ആളുകളെല്ലാം ഇറ്റലിയിലൂടെ വന്ന് കയറിയതും എല്ലാം കൂടെ ചേർത്ത് കഴിയുമ്പോൾ യൂറോപ്പിന് താങ്ങാൻ മേലാത്ത ഒരു അവസ്ഥയാണ് ഈ 13 ദശലക്ഷം ആളുകൾ എന്ന് പറയുന്നത്. അതോടൊപ്പമാണ് ഉക്രൈന്റെ യുദ്ധം വന്നിരിക്കുന്നത്. ഉക്രൈന്റെ യുദ്ധം ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയെടുത്തതാണെന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാം. കാരണം 100 ദിവസം കൊണ്ട് ഉക്രൈനെ തകർക്കും എന്ന് പറഞ്ഞ ഇറങ്ങിയ റഷ്യ തുടങ്ങി വെച്ച ആ ഒരു യുദ്ധം റഷ്യയുടെ കയ്യിൽ നിൽക്കുന്നില്ല. യൂറോപ്പിന്റെ, പ്രത്യേകിച്ച് യൂറോപ്പ് ഉക്രൈനെ കൂടുതൽ തരത്തിൽ സംരക്ഷിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത് ആരുടെയും കയ്യിൽ നിൽക്കുന്നില്ല. അത് അവിടെ നിൽക്കുമ്പോഴാണ് ഇതിനു മുമ്പ് ഇങ്ങോട്ട് കുടിയേറാൻ ആഗ്രഹിച്ച റെഫ്യൂജി ആയിട്ട്, പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനായി, സിറിയ ആയി, ഇവിടെയെല്ലാം ആഭ്യന്തര ലഹളകൾ സ്വയം സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തുള്ളവരെ, അവിടുത്തെ പൗരന്മാരെ ഛിന്ന ഭിന്നമാക്കി മറ്റ് രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ യൂറോപ്പിനെ ലക്ഷ്യമാക്കി വിട്ട ഒരു സംഭവമാണ് ഇപ്പോൾ യൂറോപ്പ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. അപ്പൊ ഇത് അതിന്റെ രണ്ടാമത്തെ കാര്യമായിട്ട് പറയുമ്പോൾ, ഇത്രയും ആളുകൾ ഇവിടെ വന്ന് കയറി കഴിഞ്ഞപ്പോൾ ഇവർ ഏത് രാജ്യത്തെ ഏത്
പ്രദേശത്ത് ജീവിക്കണം എന്നുള്ള ഒരു കാര്യം ഇവർക്കെല്ലാം തന്നെ, അതായത് യൂറോപ്പിന് തന്നെ ഒരു പറയാൻ മേലാത്ത ഒരു കാര്യമായി. അവർക്കെല്ലാം ഒരു അങ്കലാപ്പായി. അതോടൊപ്പം ഇതിനൊരു വേറൊരു കാര്യം കൂടിയുണ്ട്. കുടിയേറ്റത്തിനും അഭയത്തിനും സംബന്ധിച്ച് EUവിനൊരു പ്രത്യേക കരാറുണ്ട്. ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ ഷെയർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈ ഷെയറിങ് പോലും, ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വിക്ടർ ഓർബാൻ എന്ന് പറയുന്ന പ്രധാനമന്ത്രി നമ്മുടെ ഹംഗറിയുടെയാണ്. അദ്ദേഹം ഇതിനെ ശക്തിയുക്തം, അതായത് വേലി കെട്ടി ഇങ്ങോട്ടാരും വരണ്ട എന്ന് പറഞ്ഞ ഒരാളാണ്. കരാറുകളെല്ലാം കാറ്റിൽ പറത്തി ഞങ്ങളുടെ രാജ്യം, ഞങ്ങളുടെ ജനം എന്നുള്ള ചിന്താഗതി. പക്ഷെ മറ്റുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ജർമ്മനി, ഇതിന് ഏറ്റവും ബലിയാടായി തീർന്നിരിക്കുന്ന ഒരു വേളയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന്റെ ഇനി ജർമ്മനിയുടെ കാര്യത്തിലേക്ക് വന്നാൽ, ജർമ്മനിയുടെ കുത്തൊഴുക്കെന്ന് പറയുന്നത്, ഈ അഭയാർത്ഥി പ്രവാഹം എന്ന് പറയുന്നത്, ഇത് 10 വർഷം ഈ ഓഗസ്റ്റ് 31 ആയിരിക്കുകയാണ്. അന്നത്തെ ചാൻസലറായിരുന്ന 16 വർഷം ജർമ്മനിയെ നന്നായിട്ട് ഭരിച്ചു എന്ന് അന്ന് പറഞ്ഞിരുന്ന ആളുകളെല്ലാം തന്നെ ഇപ്പോൾ മേർക്കലിന്റെ വിവരക്കേട് കൊണ്ടും മേർക്കലിന്റെ ആ ഒരു സ്വയം, അതായത് മറ്റുള്ളവരോട് ആലോചിക്കാതെ ചെയ്ത ഒരു കാര്യം, ഈ 10 വർഷം കൊണ്ട് അന്ന് 2 മില്യൺ അഭയാർത്ഥികളാണ് ജർമ്മനിയിലേക്ക് മാസീവായിട്ടൊരു സുനാമി പോലെ കടന്നു കയറിയത്. അതിന്റെ തിക്തഫലം എന്താണെന്ന് ചോദിച്ചാൽ, ജർമ്മനി അപ്പാടെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് ഉക്രൈൻ യുദ്ധം കൂടെ വന്നപ്പോൾ, ഉക്രൈൻ യുദ്ധത്തിൽ ഒരു കാരണവശാലും ഉക്രൈനോട് നമ്മളൊരു സാഹോദര്യം പുലർത്തണം. പക്ഷേ ഏറ്റവും കൂടുതൽ സഹായം ചെയ്തു കൊടുക്കുന്നത് ജർമ്മനിയാണ്. ജർമ്മനിയുടെ സകല സാമ്പത്തിക സ്രോതസ്സുകളും മുഴുവൻ ഒഴുകുന്നത് ഉക്രൈനിലേക്കാണ്. ഇവിടെ ജീവിക്കുന്നവർക്കോ ഇവിടെ പണിയെടുക്കുന്നവർക്കോ ഇവിടുത്തെ സാഹചര്യങ്ങൾ മുഴുവൻ സാമ്പത്തികമായിട്ടും തൊഴിൽ മേഖലയും കംപ്ലീറ്റ് തകർത്ത് തരിപ്പണമായി ഇവിടുത്തെ ഈ ഭരണക്കാരതിന്. ഇതിനു മുമ്പ് ഇപ്പോഴത്തെ ചാൻസലർ ഫ്രെഡറിക് മെർസ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞതിന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഒരു ചാൻസലർ പദവി വേണം, അല്ലെ കിട്ടണം എന്നുള്ള ആ ഒരു ബേസിൽ അദ്ദേഹം പ്രചാരണം നടത്തി അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പം പറഞ്ഞതെല്ലാം വിഴുങ്ങിയ ഒരവസ്ഥ. അതിനു മുമ്പ് ഷോൾസ് 4 വർഷം ഭരിക്കാൻ ഗവൺമെന്റിന് ഒരു പച്ചക്കൊടി കിട്ടിയിട്ടും അതിനു മുമ്പ് തന്നെ തകർന്ന തരിപ്പണമായി ഭരണം തന്നെ ഇല്ലാതായ ഒരവസ്ഥയിലാണ് തെരഞ്ഞെടുപ്പിനെ ഈ വർഷം നേരിട്ടത്. ഇതെല്ലാം തന്നെ ജർമ്മനിയുടെ അധോഗതിയുടെ ഏറ്റവും വലിയ ആണിക്കല്ലടിച്ചതുപോലെയായിപ്പോയി. അപ്പൊ ഇത്തരം ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയെടുത്തത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മെർക്കൽ എന്ന ചാൻസലറാണ്. അതുകൊണ്ട് തന്നെ ജർമ്മനിക്ക് മുന്നോട്ട് പോകാനാവാത്ത, ജർമ്മനിയുടെ ആ ഒരു അഭിവൃദ്ധിയിലേക്ക് പോകാനാവാത്ത ഒരവസ്ഥ വന്നിട്ടുണ്ട്. ഇതിനെല്ലാം പ്രധാന കാരണം അഭയാർത്ഥികളാണ്. അഭയാർത്ഥികളെ നമ്മൾ സാഹോദര്യം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മനസാക്ഷി അനുസരിച്ച് സ്വീകരിക്കുക തന്നെയാണ് ചെയ്തത്. പക്ഷെ ഇവിടെ വന്നവർ മുഴുവൻ അവരുടെ തനിനിറം കാണിച്ചു തുടങ്ങിയപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത്. പക്ഷേ ഇവരുടെ ആ ഒരു സഹിഷ്ണുത ഇപ്പോഴും കൈവിട്ടിട്ടില്ല. അതാണ് ജർമ്മനിയെ പറ്റി പറയാനുള്ളത്. ഇപ്പോഴും അവർ നല്ല ആളുകളാണ്. അവരുടെ മനസ്സ് മാറും, അല്ലെ അവരുടെ ആ ഒരു മാനസിക ബുദ്ധിമുട്ടിൽ നിന്ന് വന്നപ്പോൾ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രഹസനം ആയിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാം നന്നാവും എന്നുള്ളൊരു ചിന്താഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അതിൽ കൂടുതലുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആൾട്ടർനേറ്റീവ് ഫോർ ഡോയ്ച്ച്ലാൻഡ് എന്ന ആ ഒരു രാഷ്ട്രീയം രൂപപ്പെട്ടത്. 2013 തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനം ഇപ്പോൾ 26% ജനപിന്തുണയോടെ 25% ജനപിന്തുണ നേടിയിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ അഭയാർത്ഥികൾ കൊണ്ടുവന്ന, ഇപ്പം നമ്മളൊക്കെ കുടിയേറി ഇവിടെ ജോലി ചെയ്യുന്നാല് നമ്മളെപ്പോലെ മലയാളികൾ മാത്രമല്ല, ഇന്ത്യക്കാർ മാത്രമല്ല, ലോകത്തിലെ എല്ലാ ആളുകളും ഇവിടെ ഉണ്ട്. കുടിയേറിയത് ജോലിക്കും അവരുടെ ജീവിതം നന്നായിട്ട് കൊണ്ടുപോകാനുമായിട്ടാണ്. പക്ഷേ ഇത്തരക്കാർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ലേബലും അവരുടെ ലേബലും ഒന്നായിട്ട് മാറിക്കഴിഞ്ഞു. അതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു വലിയ അടി. അത് അടി എന്ന് പറഞ്ഞാൽ ഇരുട്ടടിയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സമ്പ്രദായം, അതായത് നമ്മുടെ സംസ്കാരം, അല്ലെ ജർമ്മനിയുടെ സംസ്കാരം പാടെ മാറ്റി മറ്റൊരു സംസ്കാരത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള, ഇപ്പം ജോർജ് പറഞ്ഞതുപോലെ മുസ്ലിം അധിനിവേശം
ഇവിടെ ഉണ്ടാക്കിയെടുക്കണം ഉള്ള ചിന്താഗതിയാണ് ഈ വന്നു കയറിയവരെല്ലാവരും തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത്. സിറിയക്കാരാണെങ്കിൽ ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞ് അഫ്ഗാനിസ്ഥാൻ, അത് കഴിഞ്ഞ് ഇറാൻകാർ, അത് കഴിഞ്ഞ് പാകിസ്ഥാനികൾ, ഇവരെല്ലാം തന്നെ അവരുടെ മതപരമായിട്ടുള്ള ആചാരങ്ങൾ, അതുപോലെ തന്നെ ശരീഅത്ത്, അതുപോലെ തന്നെ അവരുടെ ആ ഒരു നിയമസംഹിതകൾ, അവരുടെ മതത്തിൻ്റെതായിട്ടുള്ള നിയമസംഹിതകൾ ഇവിടെ കൊണ്ടുവന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ രാജ്യം മാറ്റിയെടുക്കാനുള്ള സകല ചിന്താഗതിയും അതിനുള്ള പുറപ്പാടും ഇവിടെ നടത്താൻ തുടങ്ങിയിട്ട് ഈ കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് എന്ന് തന്നെ പറയാം. 10 വർഷമായിട്ട് അഭയാർത്ഥി കുടിയേറ്റം ഉണ്ടായെങ്കിലും ഇതിന്റെ പിന്നാമ്പുറങ്ങളിൽ 10 വർഷമായിട്ട് കൃത്യമായിട്ടുള്ള അജണ്ട നടപ്പിലാക്കണം എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ചിന്താഗതി. ഞാൻ ഡോക്ടർ ജോസ് ജോണിലേക്ക് വരികയാണ്. നമ്മൾ മറ്റൊരു ആംഗിളിൽ ചിന്തിക്കുമ്പോൾ, അതായത് ഈ അഭയാർത്ഥികൾ, പ്രത്യേകിച്ച് ഈ മധ്യപൂർവേഷ്യയിൽ നിന്നുള്ള അഭയാർത്ഥികൾ, ഈ നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾ, അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥികൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾ, ഇവരെയൊക്കെ സ്വീകരിക്കേണ്ട ബാധ്യത യൂറോപ്പിന് മാത്രമാണോ? ഞാൻ ചോദിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം ഇസ്രായേൽ ഹമാസ് ആ വിഷയങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ കത്തുന്നത് യൂറോപ്പിന്റെ തെരുവുകളാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഈ കുടിയേറ്റക്കാരുള്ള ഗൾഫ് രാജ്യങ്ങൾ, ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യങ്ങൾ, അവിടുത്തെ തെരുവുകൾക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. മാത്രമല്ല ഈ മധ്യപൂർവേഷ്യയിലെ ഈ സോക്കോൾഡ് അഭയാർത്ഥികൾ എന്ന് പറയുന്നവർക്ക് ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കോ അങ്ങോട്ടേക്കൊന്നും അവർ തിരിഞ്ഞു നോക്കുന്നില്ല. ഇതെല്ലാം യൂറോപ്പിന്റെ ഒരു ബാധ്യതയാണ്. അതിൽ തന്നെ നമുക്കൊരു അജണ്ട സംശയിക്കാൻ സാധിക്കില്ലേ ഡോക്ടർ ജോസ് ജോൺ മലികശ്ശേരി? ഇതിലൊരു അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടുള്ള മൈഗ്രേഷൻ അല്ല വാസ്തവത്തിൽ സംഭവിച്ചിട്ടുള്ളത്. സാധാരണ മൈഗ്രേഷൻ തന്നെയാണ്. എന്തുകൊണ്ട് യൂറോപ്പ് എന്ന് ചോദിച്ചാൽ 1951 ഒരു ജനീവ അക്കോർഡ് ഉണ്ട്. ആ അക്കോർഡ് പ്രകാരം യൂറോപ്പിൽ അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്നുള്ളത് യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ്. ഇപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യമൊന്നും നിലവിലുണ്ടായിരുന്നില്ല. ഇത്തരത്തിലൊരു വലിയ ട്രാപ്പിൽ പോയി പെടുമെന്ന് വിചാരിച്ചുകൊണ്ടല്ല അന്ന് ജനീവ അക്കോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ യൂറോപ്പില് അഭയാർത്ഥികൾ എത്തുകയും അഭയാർത്ഥികളെ യൂറോപ്പ് സ്വീകരിക്കുകയും ചെയ്താൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ എങ്ങനെയാണ് അഭയാർത്ഥികളെ വീതം വെക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നിയമമുണ്ട്. അപ്പൊ ആ നിയമത്തിന്റെ പഴുതുപയോഗിച്ചാണ് യൂറോപ്പിലേക്ക് ഇങ്ങനെ ധാരാളമായിട്ട് അഭയാർത്ഥികൾ ഒഴുകി തുടങ്ങിയത്. പിന്നീട് നമ്മൾ ജോർജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുല്ലപ്പൂ വിപ്ലവം, അഫ്ഗാനിസ്ഥാനിലെ മതപരമായ വിഷയങ്ങള്, ഇറാനിലെ മതവിഷയങ്ങള്, ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ധാരാളമായിട്ട് അഭയാർത്ഥികൾ തീർത്തും അപ്രതീക്ഷിതമായി, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്നും സെൻട്രൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, അതും മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള അനാർക്കിയുടെ ഭാഗമായി അവിടെ നിന്നും ഏകദേശം 114 മില്യൺ എന്നാണ് കണക്ക്. 114 മില്യൺ എന്ന് പറഞ്ഞാൽ 114 ലക്ഷം ആളുകള് ആണ് അഭയാർത്ഥികളായിട്ട് ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യൂറോപ്പ് ലക്ഷ്യമായി നീങ്ങിയത്. അതായത് നേരത്തെ ജോസാറ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അധികം അഭയാർത്ഥികൾ കടന്നു കയറിയത് ജർമ്മനിയിലാണ്. അപ്പൊ ഈ അഭയാർത്ഥികൾ അവിടെ വരുന്ന സമയത്ത് അവനെ സംബന്ധിച്ച് ആദ്യം അവന്റെ ആവശ്യം ഭക്ഷണമാണ്. അപ്പൊ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും അവന്റെ പ്രിമിറ്റീവായിട്ട് കുറച്ച് ആവശ്യങ്ങളുണ്ട്. അത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നുള്ള സംഗതിയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത്? ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഡിഗ്നിഫൈഡ് സോഷ്യൽ ലൈഫാണ് അവന് വേണ്ടത്. പക്ഷെ ഈ വരുന്ന ആളുകൾക്കൊക്കെ വേറൊരു നിറമുണ്ട്. അവരെ സംബന്ധിച്ച് ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ മതമാണ് അവർക്ക്. അപ്പൊ ഈ 3 വയസ്സ് കഴിയുന്ന സമയത്ത് തന്നെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ തലയിൽ അടിച്ചു കയറ്റപ്പെട്ട ഒരു മതവുമായാണ് ഈ അഭയാർത്ഥികൾ വരുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ശേഷി യൂറോപ്പിൽ ഇല്ലാതെ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഒരു അഭയം തേടി വരുന്ന ഒരു മനുഷ്യനെ സന്മനസ്സുകൊണ്ട് സ്വീകരിക്കുന്നവർ ജോസാർ നേരത്തെ സൂചിപ്പിച്ചു. ശരിയാണ്, സന്മനസ്സിന്റെ ഭാഗമായിട്ട് ആളുകളെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അവന് വസ്ത്രം കൊടുക്കേണ്ടതുണ്ട്, ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്. അതിന്റെ പേരാണല്ലോ ക്രിസ്ത്യാനിറ്റി. അത് നമ്മൾ സ്വർഗത്തിൽ ചെല്ലുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ സ്വർഗരാജ്യ പ്രവേശനം നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ അഭയാർത്ഥിയായിരുന്നപ്പോൾ നിങ്ങൾ അഭയം നൽകിയോ എന്നുള്ള വിഷയമാണ്. അപ്പൊ ഒരു ക്രിസ്ത്യാനിയുടെ പ്രൈമറി ഡ്യൂട്ടിയാണ് അഭയം നൽകുക എന്നുള്ളത്. ഇപ്പൊ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ യൂറോപ്യന്മാര് പള്ളിയിൽ പോകുന്നില്ല, അല്ലെങ്കിൽ ചർച്ചിൽ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും യൂറോപ്പിൽ ക്രിസ്ത്യൻ സംസ്കാരമുണ്ട്. യൂറോപ്യന്മാരുടെ സംസ്കാരം ക്രിസ്ത്യൻ സംസ്കാരമാണ്. അവരുടെ രക്തത്തിൽ ഇത് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അപ്പൊ ഈ ക്രിസ്ത്യാനിറ്റി രക്തത്തിൽ അലിഞ്ഞു ചേർന്നവൻ അവന്റെ നേരെ കൈനീട്ടിയ ഒരുത്തനെ അവന് തട്ടിക്കളയാൻ പറ്റില്ല. കാരണം അത് അവന്റെ ബ്ലഡിനകത്തുണ്ട്. അപ്പൊ അങ്ങനെ കൈനീട്ടിയപ്പം അവൻ കൈനീട്ടി വലിച്ചെടുത്ത അല്ലെ കരയ്ക്ക് കയറ്റിയ ആളുകള് പിന്നീട് പാമ്പിന് പാല് കൊടുത്തവന്റെ കൈക്ക് പാമ്പ് കടിക്കുന്നവരെ കടിച്ച കഥയാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഏതാണ് ഇനം എന്ന് മനസ്സിലാക്കാതെ വഴിയിൽ കണ്ടതിനെ എല്ലാം എടുത്ത് മടിയിൽ വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവന് അവന്റെ ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ പിറ്റേ ദിവസം പിന്നെ അവന്റെ മതത്തിന്റെ പ്രശ്നമാണ്. അവന്റെ മതത്തിലേക്ക് ആളുകളെ അവൻ നിർബന്ധപൂർവ്വം ചേർക്കേണ്ടതുണ്ട്.
അവന്റെ മതത്തിൽപ്പെട്ടവരല്ലാത്തവർ ആ ഭൂമുഖത്തുണ്ടാവേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത്ര പേര് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കണം. ഇങ്ങനത്തെ കൃത്യമായ ഒരു 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 ഫീഡ്ബാക്ക് അവന്റെ തലയ്ക്കകത്ത് സെറ്റ് ചെയ്തുകൊണ്ടാണ് അവൻ അവിടെ എത്തുന്നത്. അപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ എഴുന്നേറ്റ് ചുറ്റും നോക്കുന്നത് മതത്തെ കുറിച്ചാണ്. അപ്പൊ ആ ഒരു ചിന്തയുള്ള ആളുകൾ തങ്ങളുടെ നാട്ടിൽ വന്ന് നിറയുന്നത് തിരിച്ചറിയാൻ യൂറോപ്യന്മാർക്ക് കഴിയാതെ പോയി എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. അപ്പൊ ആദ്യം ഇവിടെ കടന്നത് വലിയ നമ്പറായിട്ട് കടന്നു വന്നത് സിറിയയിൽ നിന്നുള്ള ആളുകളാണ്. പിന്നീട് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആളുകൾ വന്നു. അപ്പൊ ഇതിന്റെ പുറകെ തന്നെ ഈ മത തീവ്രവാദികളും അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് വന്നു. ഈ പറയുന്ന അഭയാർത്ഥികൾക്ക് അജണ്ടയില്ല, അവനെ സംബന്ധിച്ച് ഭക്ഷണം കിട്ടിയാൽ മതി. പക്ഷെ അവന്റെ പുറകെ വന്നിട്ടുള്ള അജണ്ട സെറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ അവന്റെ പുറകെ വന്നിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും പോയിട്ടുള്ളത് പാകിസ്ഥാനിൽ നിന്നാണ്. കാരണം പാകിസ്ഥാനിൽ നിന്ന് പോകുന്ന ആളുകള് അവര് ഭക്ഷണം അന്വേഷിച്ച് പോയവരല്ല. അവര് ഈ പറയുന്ന അഭയാർത്ഥികളെ ഓർഗനൈസ് ചെയ്ത് യൂറോപ്പിനെ ഇസ്ലാമൈസ് ചെയ്യുക എന്നുള്ള കൃത്യമായ താല്പര്യത്തോടെ അവര് അവിടെ പോയതാണ്. ഇതൊക്കെ ISSന്റെ ISIയുടെയും അൽ ഖ്വയ്ദയുടെയും ഒക്കെ പല പല പ്രസ്താവനകളിലൂടെ നമുക്ക് വളരെ വ്യക്തമാകുന്ന കാര്യമാണ്. അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ ഭാഗം അറബ് രാജ്യങ്ങളിലേക്ക് എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്നതാണ്. അറബ് രാജ്യങ്ങൾ അങ്ങനെ സ്വീകരിക്കില്ല, കാരണം അവർക്ക് ആ ഒരു കൾച്ചർ ഇല്ല. അവനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരുത്തം വന്നു കഴിഞ്ഞാൽ അവനെ തട്ടിക്കളയാന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ശേഷിയുള്ള ഒരു അറബ് രാജ്യവും ഇവരെ സ്വീകരിക്കുകയില്ല. ഒരിക്കലും ഇവിടെ ഒരു ദുബായ് രാജകുടുംബത്തിൽപ്പെട്ട ഒരാളുടേത് എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രസ്താവന നമ്മളുടെ ഇവിടെയൊക്കെ യൂട്യൂബിലും വാട്സാപ്പിലും ഒക്കെ കറങ്ങി നടന്നിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം പിന്നെ എല്ലാ ഭരണാധിപന്മാരായിട്ട് കണക്ഷനുള്ള ആളാണ്. അദ്ദേഹം യൂറോപ്യൻ ഭരണാധിപന്മാരെ പലതവണ വാൺ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ചീപ്പ് ലേബറിന് വേണ്ടി നിങ്ങൾ ഈ അറേബ്യയിൽ നിന്ന് വരുന്ന ആളുകളെ പിടിച്ച് വീട്ടിൽ കയറ്റി ഇരുത്തരുത്. കാരണം ഇവര് അകത്ത് കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇവർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഇവർ വലിയ അനാർക്കി ഉണ്ടാക്കും. നമുക്കറിയാം, പാലസ്തീനികൾ എന്ന് പറയുന്ന ആളുകള് പിന്നെ ആദ്യം ഇസ്രായേലുമായിട്ട് അടിയുണ്ടാക്കി 1960കളുടെ തുടക്കത്തിൽ അവർ കയറി ജോർദാനിലേക്കാണ്. ജോർദാനിൽ അവർ കയറി 15 വർഷങ്ങളോളം അവർ സിവിൽ വാർ ഉണ്ടാക്കി. അങ്ങനെ അവിടെ സിവിൽ വാർ ഉണ്ടാക്കിയതിന്റെ പേരിലാണ് ജോർദാനിൽ അവരെ ചവിട്ടി പുറത്താക്കിയത്. അവരെ ചവിട്ടി പുറത്താക്കിയപ്പോൾ അവർ ജീവനം കൊണ്ട് ഓടിയത് ലെബനോണിലേക്കാണ്. ലെബനോണിൽ പോയിട്ടെന്തായത് വെറും 10 വർഷം കൊണ്ട് ലെബനോണിൽ അവർ സിവിൽ വാർ ഉണ്ടാക്കി. അപ്പൊ ചെല്ലുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ അനപ്പുണ്ടാക്കുന്ന ആളുകളെ അവര്. ഇത് ചരിത്രം കണ്ടു പഠിക്കാതെ ഈ ചെല്ലുന്ന ആളുകളെ മുഴുവൻ സ്വീകരിച്ച് യൂറോപ്പ് സ്വയം കുഴപ്പം വരുത്തി വെച്ചതാണ്. അപ്പൊ ഈ സ്വീകരിക്കപ്പെടുന്ന ആളുകളാണ് ഇത്രയും വലിയ മാസ് നമ്പറിൽ ആളുകൾ വരുമ്പം ഇവരെ ആരാണ് എന്ന് പരിശോധിക്കാതെ ഇവരെ എല്ലാം ചില താല്പര്യങ്ങൾ ഇതിനകത്തുണ്ട്. ചീപ്പ് ലേബർ എന്നൊരു താല്പര്യം ഇതിനകത്തുണ്ട്. അപ്പൊ ചീപ്പ് ലേബർ ലഭിക്കും എന്നുള്ള ഒരു താല്പര്യത്തിന്റെ പേരിൽ ഇവരെ വിളിച്ച് ആ കൂട്ടത്തിലെ കുറച്ച് പുണ്യം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പിടിച്ച് മടിയിലിരുത്തി യൂറോപ്പ് പെട്ട കുടുക്കാണെന്ന് കാണുന്നത്. ഞാൻ ഓസ്ട്രേലിയയിലൊക്കെയുള്ള എൻ്റെ ഒരു സുഹൃത്തേക്ക് പറയണ്ട, ഇതുപോലത്തെ ആളുകൾ സിറിയ എന്നൊക്കെ ചെല്ലുമ്പോൾ അവർ ചെയ്യുന്നത് അഭയാർത്ഥി ക്യാമ്പുകൾ ഉണ്ടാക്കി അതിനെ താമസിപ്പിക്കും. അപ്പം താമസിപ്പിച്ച് കഴിഞ്ഞിട്ട് 1 വർഷമാണ് അഭയാർത്ഥി ക്യാമ്പിൽ ഇവർ താമസിക്കേണ്ടത്. ഈ അഭയാർത്ഥി ക്യാമ്പിൽ ഇവൻ ഏതെങ്കിലും ഒരു തൊഴിൽ ട്രെയിൻ ചെയ്യും. അത് കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞ് അവൻ ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങി ആ തൊഴിൽ അവൻ പ്രാക്ടീസ് ചെയ്യും. ബാർബർ ആയിരിക്കും, കക്കൂസ് കഴുകുന്നവനായിരിക്കും, ഇങ്ങനത്തെ മെയിൻ ലേബറാണ് ഇത് ചെയ്യുക. പക്ഷെ ഇതിനൊക്കെ തന്നെ ഒന്നാമതൊരു റെമ്യൂണറേഷൻ ഉണ്ട്. ഡോക്ടറിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പൈസ ഇതിന് കിട്ടും. ഈ പൈസയും വാങ്ങി ഇവൻ അവിടെ കുറച്ച് നാൾ 3 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവന് പെർമനന്റ് റെസിഡന്റ് കിട്ടും. 5 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവന് പിന്നെ വോട്ടവകാശം കിട്ടും, പൗരത്വം കിട്ടും. അപ്പൊ അവൻ 5 വർഷം കൊണ്ട് പൗരനായി. അത് കഴിഞ്ഞവൻ എവിടെയും പോയി 3-4 പെണ്ണുങ്ങളെ കെട്ടിക്കൊണ്ടുവരും. അവൻ പ്രൊഡക്ഷൻ തുടങ്ങും. അങ്ങനെ അവന്റെ നമ്പർ ക്രമാതീതമായി വർദ്ധിക്കും. ഇവിടെ യൂറോപ്പിലെ ഒരു വീട്ടിൽ പോലും കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ വീടുകൾ യൂറോപ്പിലുണ്ട്, കുട്ടികളില്ലാത്ത. ഇവരുടെ വീട് നോക്കുക, 10-15 കാണും. യൂറോപ്പ് വിഴുങ്ങിക്കളയവര്. അപ്പൊ എത്തിപ്പെട്ടിരിക്കുന്ന ഭീഷണി ചെറിയ ഭീഷണിയല്ല. ഇപ്പം വിചാരിക്കുന്നത് പോലെ 4 വലതുപക്ഷ പാർട്ടികൾ വിചാരിച്ചതിന് മുത്തുകളയാനും പറ്റിയത്. ഇത് വലിയ പ്രോബ്ലമാണ്, വലിയ പ്രോബ്ലമാണ്. യെസ്, അങ്ങ് സൂചിപ്പിച്ചതുപോലെ യൂറോപ്പ് സ്വയം കുഴിച്ച കുഴിയിൽ തന്നെ വീണിരിക്കുന്നു. പക്ഷേ ഞാൻ ശ്രീ ജോസ് കുമ്പളവേലിലേക്ക് വരികയാണ്. നമുക്ക് ഇതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് സാർ നേരത്തെ പറഞ്ഞതിൽ തുടർച്ചയായിട്ട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ ഫലമായിട്ട് പല പ്രതിഷേധ പ്രകടനങ്ങളും യൂറോപ്പിന്റെ വിവിധ രാജ്യങ്ങളിൽ അരങ്ങേറുന്നുണ്ട്, പ്രത്യേകിച്ച് തദ്ദേശീയരായിട്ടുള്ള വെള്ളക്കാരുടെ ഭാഗത്ത്. നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്താണ് ഓപ്പറേഷൻ റൈസ് ദി കളേഴ്സ് എന്നൊക്കെ ഉള്ള പേരിലുള്ള വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ, സെന്റ് ജോർജിന്റെ ക്രോസ് പതിച്ച പതാകകളൊക്കെ ഏന്തിക്കൊണ്ട് UK തെരുവുകളിലൊക്കെ നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ. ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ എത്രത്തോളം ഈ വിഷയത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും? ഈ പ്രതിഷേധ പ്രകടനങ്ങൾ കൊണ്ട് മാത്രം ഈ വിഷയത്തിലൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ സാധിക്കുമോ? ശ്രീ ജോസ് കുമ്പളവേലി. പ്രതിഷേധങ്ങൾ എപ്പോഴും നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു പ്രതിരോധത്തിന്റെ മറ്റൊരു വെളിച്ചം കാണലാണ്. ഇപ്പം നമ്മൾ ഏത് കാര്യത്തിനും നമ്മൾ പ്രതികരിക്കുന്നത് ചിലത് പ്രതിഷേധത്തിലൂടെയാണ്. ഈ പ്രതിഷേധം, ഈ ഒരു കുടിയേറ്റം അല്ലെങ്കിൽ ക്രമരഹിതമായ കുടിയേറ്റം എന്ന് വേണം പറയാൻ. ഇത് ക്രമരഹിതമായിട്ടുള്ള കുടിയേറ്റം വന്നു കഴിഞ്ഞപ്പോൾ UK കാര്യം ആണ് ഇപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞത്. UK അവിടെ ജീവിക്കാൻ മേലാത്ത ഒരവസ്ഥ. ജോസാറ് സൂചിപ്പിച്ചു, അവര് 4 കൊല്ലം അല്ലെ ഇങ്ങനെ വരുന്നവർ 4 കൊല്ലം 5 കൊല്ലം കഴിയുമ്പോൾ
അവന്റെ തനിനിറം വെളിച്ചത്ത് വരുമെന്നുള്ളത്. അത് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് UK അല്ലെങ്കിൽ ബ്രിട്ടീഷുകാര് ഇത് കുറെ ഇത് വാച്ച് ചെയ്തതിന് ശേഷം ഇപ്പം മൊത്തത്തില് അവര് ലോകം മുഴുവൻ അടക്കി ഭരിക്കാൻ നോക്കിയ ഒരു രാജ്യം ഇപ്പോൾ അവരെ കുടിയേറ്റക്കാര് അഭയാർത്ഥികളായിട്ടുള്ള ആളുകള് അവരെ അടക്കി ഭരിക്കാനുള്ള ഒരു സാഹചര്യം അവര് തന്നെ ഉണ്ടാക്കി കൊടുത്തു. അതിന്റെ ബദലാണ് ഇപ്പം പ്രതിഷേധിച്ചപ്പോൾ നമ്മുടെ ക്രിസ്തീയ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് അവർ പ്രതിഷേധിച്ചപ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങൾക്കും പ്രതിഷേധിക്കാൻ അറിയാം എന്ന് കാണിച്ചത് അത് ശരിയാണ്. പക്ഷേ അടിക്കടി അല്ലെങ്കിൽ കുത്തിന് കുത്ത് എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനിറ്റി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു ലഹളയാവും. അത് രാജ്യത്തുണ്ടാകുന്ന അല്ലെ രാജ്യത്ത് വരുത്തി വെക്കുന്ന ഒരു സംഭവം അത് നമുക്ക് പറയാനോ അല്ലെ പ്രവചിക്കാനോ പറ്റുകയില്ലാത്ത ഒരവസ്ഥയാകും. അതൊരിക്കലും പാടില്ല. നമ്മൾ പ്രതിഷേധിക്കണം. അതിൻ്റെ ആ ഒരു ലിമിറ്റ് വെച്ച് പ്രതിഷേധിച്ച് കഴിഞ്ഞിട്ട് നമ്മളുടെ രക്തത്തിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവനെ സ്നേഹിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ളത്. അപ്പൊ അത് നമ്മൾ പകർന്നു കൊടുത്ത് അല്ലെങ്കിൽ അതിലൂടെ ബോധവൽക്കരണം നടത്തി അതിലേക്ക് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിപ്പോ എൻ്റെ അഭിപ്രായത്തോട് ചിലർക്ക് യോജിക്കാൻ പറ്റില്ല. പക്ഷെ യോജിച്ചാൽ നമുക്കൊരു പക്ഷേ നമ്മുടെ ഇത്തരം ഒരു പ്രതിസന്ധി ഒന്ന് തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ട്. ഓക്കെ, ഞാൻ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ ചർച്ചയുടെ ലാസ്റ്റത്തെ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ ഞാൻ ഡോക്ടർ ജോസ് ജോണിലേക്ക് വരികയാണ്. നമുക്ക് അങ്ങ് നേരത്തെ പറഞ്ഞു നിർത്തിയ ഒരു പോയിന്റ്, ഈ റൈറ്റ് വിങ് ഒരു എക്സ്ട്രീമിസം അല്ലെങ്കിൽ റൈറ്റ് വിങ് പാർട്ടികളുടെ ഒരു ഉദയം ഇപ്പോൾ ജർമ്മനിയിൽ AFD, ഇപ്പോൾ ടോമി റോബിൻസൺ, UK ഒപ്പം തന്നെ പോളണ്ട്, നെതർലൻഡ്സ് പോലുള്ള രാജ്യങ്ങളിലും തീവ്ര വലതുപക്ഷ പാർട്ടികൾ ശക്തി പ്രാപിക്കുന്നു. ഇപ്പോൾ UK തന്നെയാണെങ്കിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ്റെ മാതൃകയിൽ മേക്ക് UK ബ്രിട്ടൻ ഗ്രേറ്റ് അഗെയിൻ എന്ന രീതിയിലുള്ള ക്യാമ്പയിനൊക്കെ വരുന്നു. ഈ റൈറ്റ് വിങ് പൊളിറ്റിക്സിന്റെ ഒരു ഉദയത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം? അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ശോഭനമായിട്ടുള്ള ഭാവി യൂറോപ്പിന് നൽകാനുള്ള ഒരു സാധ്യതയുണ്ടോ? എന്താണ് അങ്ങയുടെ നിരീക്ഷണം? ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന കാലത്തിന്റെ റിക്വയർമെന്റ് ആണ്. ഓരോ കാലഘട്ടത്തിലും ഓരോ സ്ഥലങ്ങൾ നേരിടുന്ന വിഷയം എന്താണോ ആ വിഷയത്തിന് അനുകൂലമായിട്ട് രാഷ്ട്രീയമാണ് ഇവോൾവ് ചെയ്തു വരിക. അപ്പൊ നമ്മൾ ഇന്ത്യയുടെ കാര്യത്തിൽ തന്നെ ഇപ്പൊ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു. ഇദ്ദേഹം എങ്ങനെ അധികാരത്തിൽ വന്നത്? ഇവിടെ മുസ്ലിം ഫണ്ടമെന്റലിസം വളരുന്നു എന്ന് കണ്ട് തിരിച്ചറിഞ്ഞ് ഇന്ത്യയിലെ ജനങ്ങൾ കുറച്ച് ഹിന്ദു ചായകളുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മുൻപോട്ട് കൊണ്ടുവരിക ചെയ്തത്. അത് ഇന്ത്യക്ക് ആവശ്യമാണ്. അത് ആവശ്യം അല്ലെങ്കിൽ ഇന്ത്യനെ ആ ഒരു സംഗതി വിഴുങ്ങിക്കളയും എന്ന ചിന്തയിൽ നിന്നാണ് ഈ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയം ഇന്ത്യയിൽ വളരുന്നത്. ഇതേ വിഷയം തന്നെയാണ് യൂറോപ്പിൽ ഇപ്പൊ സംഭവിക്കുന്നത്. അവിടെ ഈ കുടിയേറിയിട്ടുള്ള ഇസ്ലാമിസ്റ്റുകൾ യൂറോപ്പിനെ വിഴുങ്ങിക്കളയും എന്ന ചിന്തയിൽ ഇപ്പൊ ജോസ് കുമ്പളവേര് സാർ അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥ ക്രിസ്ത്യൻ ചിന്തയാണ്. ആ യഥാർത്ഥ ക്രിസ്ത്യൻ ചിന്ത കൊണ്ട് എത്രത്തോളം ഇവരെ നേരിടാൻ സാധിക്കും എന്നുള്ളൊരു വിഷയമുണ്ട്. കാരണം ഇത് തിരിച്ചറിയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്രെയിനല്ല, ഇതൊരു ഫോർമേഷനാണ്. ഇത് പിന്നെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു പഠിച്ച കാര്യമൊന്നുമല്ല. ഇത് ഒരു സിറിഞ്ച് ഉപയോഗിച്ച് നിങ്ങൾക്ക് വലിച്ചു പുറത്തു കളയാൻ പറ്റില്ല. ഇതിനകത്ത് അങ്ങനെ പെട്ട് കിടക്കുകയാണ്. അവരുടെ ബോധ്യമാണ് ലോകത്തിൽ വേറെ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളും എക്സിസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളത് അവരുടെ ബോധ്യമാണ്. ആ ബോധ്യത്തെ നമ്മൾ സ്നേഹപൂർവ്വമായി പരിചരണം കൊണ്ട് നിങ്ങൾക്ക് പരിഹരിക്കാനാവുമോ ഇല്ലയോ എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. ജോസാർ ഉന്നയിച്ചത് തീർച്ചയായിട്ടും ഒരു ക്രിസ്ത്യൻ തോട്ടാണ്. ആ തോട്ടിന് അതിന് പ്രസക്തി ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ കുറച്ചു കാലം കൊണ്ടെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കിയത് ഇവന്റെ അടുത്ത് ഇതൊന്നും വേഗികലാന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെ വേഗികലാന്ന് മനസ്സിലാക്കിയ സമയത്താണ് ഈ റൈറ്റ് വിങ് പൊളിറ്റിക്സ് വളർന്നു വരുന്നത്. അപ്പൊ കാലഘട്ടത്തിന് ആവശ്യമായിട്ട് റൈറ്റ് വിങ് പൊളിറ്റിക്സ് കൂടുതൽ രീതിയിൽ വളർന്നു വരാനാണ് സാധ്യത. കാരണം അവിടെ നടക്കുന്ന സെക്ഷൽ അസോൾട്ട് പോലെയുള്ള കാര്യങ്ങൾ സമൂഹത്തെ വല്ലാതെ പ്രകോപിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഞാനൊരു പുസ്തകത്തിന്റെ പേര് മറന്നുപോയി. ഒരു ആഫ്രിക്കൻ ലേഡി അവർ എഴുതിയതാണ്. അവർ പറഞ്ഞ സൗദി അറേബ്യയിൽ ഒരു സ്ത്രീയുടെ മുടി പുറത്ത് കാണുന്നത് പോലും ലൈംഗിക പ്രകോപനം ഉണ്ടാക്കുമെന്നാണ്. ഇപ്പൊ മുഴുവൻ മൂടി പൊതഞ്ഞ് നടക്കുന്ന ഒരു സമൂഹത്തില് ഒരു മുടിയുടെ കഷ്ണം, ഒരു സ്ത്രീയുടെ മുടി കാണുന്നത് പോലെ ലൈംഗിക പ്രകോപനം ഉണ്ടാക്കും. അതിന്റെ പേരിൽ ഒരു പുരുഷൻ സ്ത്രീയെ കയറി പിടിച്ചു കഴിഞ്ഞാൽ അതിന് ശിക്ഷയില്ല. കാരണം മുടി പുറത്ത് കാണിച്ചോളാ കുറ്റക്കാരി, അല്ലാതെ ഈ ലൈംഗിക പ്രകോപനം ഉണ്ടായുള്ള ഈ ചിന്തയുമായി വരുന്ന മനുഷ്യരാണ് യൂറോപ്യൻ സ്ട്രീറ്റുകളിൽ അവിടുത്തെ രീതിക്ക് വസ്ത്രം ധരിച്ച് നടക്കുന്ന സ്ത്രീകളെയും പെൺകുട്ടികളെയും കാണുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ മനസ്സിലുള്ള നിയമം അതാണ്. അപ്പൊ ഇങ്ങനെയുള്ള വളരെ കാടൻ ചിന്തകളുമായി വരുന്ന മനുഷ്യര് തങ്ങളുടെ സമൂഹത്തിന് മേലെ കയറി മേയുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന പ്രതിഷേധമാണ് ഈ റൈറ്റ് വിങ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അത് വളരുക തന്നെ ചെയ്യും എന്നാണ് എന്റെ വിചാരം, ഇന്ത്യയിൽ സംഭവിച്ചതുപോലെ. യെസ്, വളരെ വ്യക്തമാണ്. കാരണം യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ യൂറോപ്പ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ചരിത്രത്തിൽ എങ്ങുമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധി, പ്രത്യേകിച്ച് അഭയാർത്ഥികൾ സൃഷ്ടിച്ച അധിനിവേശം അത് യൂറോപ്പിൽ സൃഷ്ടിച്ചിരിക്കുന്നു. ഒരു തിരിച്ചറിവ്
ന്റെ പാതയിലേക്ക് യൂറോപ്പ് നീങ്ങട്ടെ, ഒരു ക്രൈസ്തവ പൈതൃകത്തിലേക്ക് യൂറോപ്പ് നീങ്ങട്ടെ. എത്രയൊക്കെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയാലും തീർച്ചയായിട്ടും ആത്യന്തികമായിട്ട് വേണ്ടത് യൂറോപ്പ് അതിൻ്റെ ഒരു ക്രൈസ്തവ വേരുകളിലേക്ക് തിരിച്ചു പോവുക എന്നതാണ്. എന്ന് യൂറോപ്പ് ആ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നും അകലാൻ ആരംഭിച്ചു, അന്ന് യൂറോപ്പിൻ്റെ അധപതനം ആരംഭിച്ചു എന്നത് ചരിത്രത്തിലൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിനാൽ തീർച്ചയായിട്ടും ഒരു തിരിച്ചറിവിലേക്ക്, ഒരു മാറ്റത്തിൻ്റെ പാതയിലേക്ക് യൂറോപ്പിന് നീങ്ങുവാൻ സാധിക്കട്ടെ. അധിനിവേശത്തിൻ്റെ അജണ്ടകളെ കൂടുതൽ തിരിച്ചറിയുവാൻ യൂറോപ്പിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ജോസ് കുമ്പളവേലിൽ, ഒപ്പം തന്നെ ഡോക്ടർ ജോസ് ജോൺ മലയശ്ശേരി, രണ്ടുപേർക്കും നന്ദി. നമസ്കാരം.